5 raised to 19 plus 25 raised to 9 plus 125 raised to 6 divided by 5 raised to 18 എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് എത്രയാണെന്നാണ് ചോദ്യം. സിംപ്ലിഫൈ ചെയ്യാൻ ചോദിക്കാം, എത്രയാണെന്ന് ചോദിക്കാം, എങ്ങനെയാ ചോദ്യം വരാൻ. അതിന് ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. 5, 2, 5 raised 18, 7. നിങ്ങൾ ഏത് ആൻസറാണെന്ന് എഴുതിയാൽ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. നമുക്ക് ഏത് ആൻസറിലാണ് നിങ്ങളിലേക്ക് വന്നത്? 5 ആണോ 2 ആണോ, 5 raised 18 ആണോ 7 ആണോ എന്നാണ് പ്രശ്നം. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ എഴുതി ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. പിന്നീട് നിങ്ങൾ ആൻസർ ചെയ്യാൻ കണ്ടത് പറയണമെന്നില്ല. നിങ്ങൾ എഴുതിയത് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, സ്റ്റാർട്ട്. ഇതിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാനൊരു ചോദ്യം മുമ്പ് തന്നത്. കാരണം ഓർക്കുന്നുണ്ടെങ്കിൽ പറയാം. 3 raised 41 plus 3 raised 42 plus 3 raised 43 plus എന്നൊരു ചോദ്യം തന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ 5 raised 19 5 raised 19 അവിടെ നിർത്തുക. പ്ലസ് 125 എന്നത് 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 25-നെ നമുക്ക് 5 raised 2 എന്ന് എഴുതാം. എന്നിട്ടൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആ 9-നെ പുറത്തേക്ക് ഇടാം. പ്ലസ് 125-നെ നമുക്ക് 5 raised 3 എന്ന് എഴുതിയാൽ ഒരു തെറ്റുമില്ല. ഓൾ റൈസ് ടു ആ 6-നെ പുറത്തേക്ക് ഇടാം. ഡിവൈഡഡ് ബൈ 5 raised 18. ഇപ്പം എല്ലാം 5-ന്റെ പവറായിട്ട് മാറിയിരിക്കുകയാണ്. വീണ്ടും അതിനൊന്നും പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഈ ഓപ്ഷൻ അങ്ങോട്ട് വായിക്കുകയാണ്. ഓപ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് ഓപ്ഷൻ അവിടെ വായിക്കുകയാണ്. പോകണം. 5 raised 19-നെ വീണ്ടും ഞാൻ എഴുതി, കുഴപ്പമില്ല. 5 പ്ലസ് 5 raised 2 into 9 എന്ന് പറയാൻ അത് 18 ആണ്. പ്ലസ് 5 raised 3 into 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പൊ മേലെയൊക്കെ 5 raised 19 5 raised 18 18 മാറിക്കഴിഞ്ഞു. അടിയിൽ എന്താണ് സ്ഥിതി? അടിയിൽ 5 raised 18 ആണ്. ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്താൽ പോരെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഗ്യാപ്പ് ഇതൊന്ന് ഞാൻ തൽക്കാലം ഒന്ന് മയക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതി ഇത് ഞാനങ്ങോട്ട് ഒഴിവാക്കാം. കാരണം ഇവിടെ നമുക്ക് സ്പേസ് ആവശ്യമില്ല. എന്താ ചെയ്യുന്നത്? ഇതൊരു പ്രശ്നവുമില്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഏറ്റവും ചെറിയ ആള് 5 raised 18 ആണ്. ഈ 5 raised 18 കോമൺ ആയിട്ട് കിടക്കുക. എല്ലാത്തിനും അടങ്ങിയ സാധനമാണ് 5 raised 18. ഇത് ചെറുത് 5 raised 18 ആണ്. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. 5 raised 18 കൊണ്ട് ഇതിനങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 5 raised 18 ഇപ്പൊ ആദ്യത്തെ നോക്കൂ. 5 raised 10 5 raised 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം അത് 5 raised 1 ആണെന്ന് സത്യം. അടുത്ത നോക്കിക്കോളൂ. 5 raised 18 5 raised 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം 1 ആണെന്ന്. അടുത്ത നോക്കൂ. 5 raised 18 5 raised 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെയും 1 ആണ്. 5 raised 1 എന്നാൽ 5 തന്നെ. 5 2 കൂടി കൂട്ടിയാൽ 7 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 7 ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ 5 raised to 19 plus 25 raised to 9 plus 125 raised to 6 divided by 5 raised to 18 ആണ്. അപ്പോ ഇതില് ഈ 25-ന് 125 ഒക്കെ 5-ന്റെ പവേഴ്സ് ആയതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ 5-ന്റെ പവർ ആയിട്ട് എഴുതുന്നു. അതായത് 25 raised to 9 25 എന്ന് പറയുന്നത് 5 raised to 2 ആണ്. അപ്പൊ 25 raised to 9 എന്ന് പറയുന്നത് 5 raised to 2 whole raised to 9 ആയിരിക്കും. അപ്പം അതുപോലെ 125 raised to 6 എന്ന് പറയുന്നത് 125 എന്ന് പറയുന്നത് 25 raised to 3 ആയിരിക്കും. അപ്പൊ 5 raised to 3 ആയിരിക്കും. അപ്പൊ 5 raised to 3 whole raised to 6. ഇപ്പം നമുക്ക് 5 raised to 19 plus 5 raised to 2 whole raised to 9 plus 5 raised to 3 whole raised to 6 divided by 5 raised to 18 എന്ന് കിട്ടി.
അപ്പോൾ ഈ 5^2 ഹോൾ റേസ് ടു 9 എന്ന് പറയുന്നത് 5^18 ആണ്. അതുപോലെ 5^3 ഹോൾ റേസ് ടു 6 എന്ന് പറയുന്നതും 5^18 ആണ്. ഇപ്പൊ നമുക്ക് 5^19 പ്ലസ് 5^18 പ്ലസ് 5^18 ഡിവൈഡഡ് ബൈ 5^18. ഇനി ഇതിനെ നമുക്ക് ഡിവൈഡ് ആക്കുമ്പം 5^18 5^19 ഡിവൈഡ് ആക്കുമ്പം 5^1 എന്നാണ് ആൻസർ കിട്ടുക. അതുപോലെ 5^18 ഡിവൈഡ് ബൈ 5^18 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ 5^18 ഡിവൈഡ് ബൈ 5^18 1 ആണ്. അപ്പോൾ ആൻസർ 5 പ്ലസ് 1 പ്ലസ് 1, അതായത് 5 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 7 ആൻസർ കിട്ടും. 19 പ്ലസ് 25/9 പ്ലസ് 125/6 ഡിവൈഡഡ് ബൈ, അവിടെ ഡിവൈഡ് ബൈ ഉണ്ട്, ഡിവൈഡഡ് ബൈ 5/18 എത്രയാണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ നമ്മുടെ ജോലി 5/19 വെച്ചു. പിന്നെ 25/9 നമുക്ക് 5/2 എന്ന് 25 എഴുതിയിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് 9 പുറത്തേക്ക് കൊണ്ടുവരാം. പ്ലസ് 125 നമുക്ക് 5/3 എന്ന് എഴുതിയിട്ട് ഓൾ റേസ് ടു 6 എന്ന് എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ 5/19 അവിടെ വെച്ചിട്ട് പ്ലസ് മറ്റത് 5 നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓൾ റേസ് ടു m ഈസ് ഈക്വൽ ടു x റേസ് ടു m എന്ന് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ 2നെ 9 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടും എന്ന് നിങ്ങൾക്കറിയാം. മറ്റതോ 5/3 × 6 അതും 18 കിട്ടും. ഇതിനെ നിങ്ങൾ 5/18 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ 5/18 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കോമൺ ആയിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് 5/19 നിന്ന് 5/18 കുറച്ച് കഴിഞ്ഞാൽ അത് 5/1 ആണ്. അടുത്ത 5/18 5/18 കൊണ്ട് വെച്ചാൽ if the numerator and denominator is the same number, the result will be what? നിങ്ങൾ പഠിച്ചതാണ്. 18/18 നമുക്ക് 1 കിട്ടുന്നു. അടുത്ത 5/18 നമുക്ക് 1 കിട്ടുന്നു. അങ്ങനെയല്ലേ 7 കിട്ടുന്നത്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് 5/19 പ്ലസ് 25/9 പ്ലസ് 125/6 ബൈ 5/18 ആണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് നമുക്കില്ലേ 25/9 125/6 5ന്റെ എക്സ്പോണൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ 25നെ നമുക്ക് 5 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പൊ 5 സ്ക്വയർ റേസ് ടു 9 ഹോൾ റേസ് ടു 9 എന്ന് വരും. കാരണം 25/9 9 അവിടെ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ 125നെ 5/3 എന്ന് എഴുതാൻ പറ്റും. ഹോൾ സ്ക്വയർ 6 എന്ന് വരും. ഇനി നമുക്ക് അറിയാം, സാധാരണ നമ്മൾ ഇങ്ങനെ വരുവാണെങ്കിൽ 5/2 × 9 ചെയ്യണം. അപ്പൊ 5/18 കിട്ടും. 125ന്റെ കേസിലും 5/3 ഹോൾ സ്ക്വയർ 6 ആയതുകൊണ്ട് 3 × 6 എന്ന് ചെയ്തിട്ട് 5/18 നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ നമുക്ക് ഇതൊക്കെ മാറ്റി എഴുതാം. അതായത് 5/19 പ്ലസ് 5/18 പ്ലസ് 5/18 നമുക്ക് ലഭിക്കും. ഇനി ഡിവൈഡഡ് ബൈ 5/18. ഇനി നമുക്ക് ആദ്യത്തെ സംഖ്യ എടുത്ത് നോക്കാം. 5/19 ഡിവൈഡഡ് ബൈ 5/18. അപ്പൊ നമ്മൾ പഠിച്ചു x⁻m ഡിവൈഡഡ് ബൈ x⁻n ഈസ് ഈക്വൽ ടു x⁻m പ്ലസ് m മൈനസ് n ആണെന്ന് നമുക്കറിയാം. അപ്പോ 5/19 ഡിവൈഡഡ് ബൈ 5/18 എന്ന് പറയുമ്പോൾ 5/19 മൈനസ് 5/18, അതായത് 19 മൈനസ് 18 5/1 എന്ന് ലഭിക്കും. അപ്പൊ ഫസ്റ്റ് ആൻസർ 5 എന്ന് കിട്ടി. അടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്ത സംഖ്യ 5/18 ആണ്. ഇനി 5/18 ഡിവൈഡഡ് ബൈ 5/18 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 തന്നെയായിരിക്കും ആൻസർ വരിക. അപ്പൊ പ്ലസ് 1 ലഭിക്കും. അടുത്ത സംഖ്യ 125/6 നമ്മൾ 5/18 മാറ്റി എഴുതിയില്ലേ? അതുകൊണ്ട് തന്നെ 5/18 ഡിവൈഡഡ് ബൈ 5/18 തന്നെ ലഭിക്കുക. അപ്പൊ അത് 1 ആയിട്ട് നമുക്ക് കിട്ടും. ഇനി അവസാനം നമുക്ക് എന്ത് കിട്ടി? 5 + 1 ലഭിച്ചു. 5 + 1 6 ആണ്. 6 + 1 7 ആണ്. അപ്പൊ ആൻസർ നമുക്ക് 7 ആയിട്ട് കിട്ടും. 3/41 പ്ലസ് 3/42 പ്ലസ് 3/43 പ്ലസ് 3/44 പ്ലസ് 3/45. ഇതിനെ എക്സാക്ട്ലി ഡിവിസിബിൾ ഏതാണെന്നുള്ള ചോദ്യം. അതിന് ഓപ്ഷൻ കൊടുത്തത് 7, 13, 11, 10 എന്നൊക്കെ ആയിരുന്നു. ഈ സംഖ്യയെ വിശേഷം വഹിക്കാൻ പറ്റുന്ന സംഖ്യ ഇതിലേതാണ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യണം?
ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും ചെറുതായ 3/41 കോമൺ ആയിട്ട് എടുക്കുക. ഈ 3/41 ഇതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് തന്നെ മതി. അപ്പൊ 3/41 ബൈ 3/41 എന്ന് പറയുന്നത് 1 ആണ്. 3/42 ബൈ 3/41 എന്ന് പറയുന്നത് എത്രയാണ്? 3. 3/41 3/41 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 കിട്ടുന്നു. 42 41 3/1 കിട്ടുന്നു. അത് 3 ആണ്. 3/43 ചെയ്ത് കഴിഞ്ഞാൽ 3/2 കിട്ടും. 3 കുറച്ചേ. അടുത്ത നിങ്ങൾക്ക് 3/3 കിട്ടും. അടുത്ത നിങ്ങൾക്ക് 45 41 3/4 കിട്ടും. ഇതൊക്കെ ചെയ്ത് നോക്കിയപ്പോ 1 + 3 + 3/2 എന്ന് പറഞ്ഞാൽ 9 ആണ്. അടുത്തത് 27 ആണ്. അടുത്തത് 81 ആണ്. നിങ്ങൾ ഇതൊന്നും കൂട്ടിയപ്പോ 1 + 3 + 9 + 27 + 81 മക്കളൊന്നും കൂട്ടിയപ്പോ എത്രയാണെന്ന് പറയും. എത്രയാണെന്നത് നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണുന്നില്ലല്ലോ. പക്ഷെ പകരം 121 ഒരു ചെറിയ ആളുകളുണ്ട്. അത് ആരാണ്? അപ്പോ ആരാണത്? 11. കുറച്ചുകൂടി ഒരു കടുപ്പമുള്ള ചോദ്യമാണ് ഇപ്പൊ ഞാനിത് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്തത് ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, അടുത്ത 3-4 ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത 3-4 ചോദ്യത്തിൽ അടുത്ത ചോദ്യം ഒന്ന് കേരളത്തിൽ പരീക്ഷ എഴുതിയിരുന്നോ? ഇംഗ്ലീഷ് മീഡിയം അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 31 വായിച്ച പോലെ വായിച്ചോ. What is the average of all odd numbers below 100? മോള് വായിച്ചിട്ട് അങ്ങനെ തന്നെ ഇവിടെ തെളിഞ്ഞ് കണ്ടില്ലേ? അതിനൊന്ന് വായിച്ച് ഒന്നുകൂടി വായിച്ച്. What is the average of all odd numbers below 100? 100-ൽ താഴെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിന്റെയും ആവറേജ് എത്രയാണെന്നാണ് ചോദ്യം. എന്ത് സുഖമുള്ള ചോദ്യമാണ്. എത്ര ഈസി ആയിട്ട് ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. വളരെ ഈസിയുള്ള ചോദ്യമാണല്ലോ അത്. 100-ൽ താഴെയുള്ള, അതായത് 1 മുതൽ 99 വരെയാണ് ചോദിക്കുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 99 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് ആദ്യം അറിയണം. 1 to 99 നിങ്ങൾക്ക് ഓഡ് നമ്പേഴ്സിന്റെ എണ്ണം 50 അല്ലേ? 1 മുതൽ 99 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 99 1 കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മതി. 1 മുതൽ 19 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ 19ന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മതി. 10 ഓഡ് നമ്പർ. അപ്പൊ 1 മുതൽ 99 വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എത്രയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ 1 + 3 + 5 + 7 + 9 ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഉൾപ്പെടെയുള്ള 5 ഓഡ് നമ്പേഴ്സിന്റെ തുക 5ന്റെ സ്ക്വയർ ആയ 25 ആയിരിക്കും. 25 ആണ്. ഇനി ആ 5 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് ചോദിച്ചാലോ നടുക്കുള്ള ഈ 5 തന്നെയാണ്. എത്ര എണ്ണം ഓഡ് നമ്പർ ഉണ്ടോ അത് തന്നെയായിരിക്കും ആവറേജ് വരിക. 1 മുതൽ 99 വരെ നിങ്ങൾക്കറിയാം 50 ഓഡ് നമ്പേഴ്സ് ആണുള്ളത്. 50 ഒറ്റസംഖ്യ ഉണ്ടെങ്കിൽ ആവറേജ് നിങ്ങൾക്ക് 50 തന്നെയാണ്. ഈവൻ നമ്പർ ആകുമ്പോൾ 1 കൂട്ടിയാൽ മതി. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് ആ നമ്പർ തന്നെയാണ്. ഇത് ഒരു പക്ഷേ ഇങ്ങനെയും ചോദിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ്, അങ്ങനെ ചില ചോദ്യങ്ങൾ കണ്ടു. 1 + 3 + 5 + dash 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 plus 2025 എത്രയാണ്? ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സാധാരണ വരും. അത് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ആൻസർ 100-ൽ താഴെയുള്ള അക്ഷരസംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ അതിന്റെ ഉത്തരം എല്ലാവരും ഒന്നിച്ച് ഒന്ന് പറഞ്ഞോളൂ. 100-ൽ താഴെയുള്ള അക്ഷരസംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന്, ആവറേജ് എത്രയാണെന്ന്
എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയൂ. ഇവിടെ ക്വസ്റ്റ്യൻ 100-ന് താഴെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 to 99 50 ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് 1 to 99 എന്ന് പറയുമ്പോൾ 99 + 100, 100ന്റെ പകുതി 50 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും 1 to 99 നമുക്ക് ഉണ്ടാവുക. അപ്പോ ഒരു 50 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് നമുക്ക് 50 തന്നെയായിരിക്കും. അപ്പോൾ അത് ചെയ്യേണ്ട ശരിക്കും സം എന്ന് പറയുന്നത് 50² അതായത് 2500 ആണ്. അപ്പൊ ആവറേജ് കണ്ടിരിക്കാൻ ഡിവൈഡ് ബൈ 50 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 50 തന്നെ ആയിരിക്കും കിട്ടുക. ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് ചോദിച്ചാൽ ഒന്നും ഉൾപ്പെടെയുള്ള ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എത്ര എണ്ണം ഓഡ് നമ്പേഴ്സ് ഉണ്ടോ അതിലേക്ക് ആവറേജ് അത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഞാനിവിടെ എഴുതാം. 32ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ പോവുകയാണ്. P/m into P എന്ന് പറഞ്ഞാൽ P/1 ആണ്. നിങ്ങൾക്കറിയാം is equal to P/15 ആണ്. ശരി, ഇതിൽ എമ്മിന്റെ വില എന്താണ് എന്നാണ് ചോദ്യം. കുട്ടികളെ നിങ്ങൾ എത്രയാണ് ആൻസർ ചെയ്തതെന്ന് അറിയാൻ താല്പര്യം എനിക്കുണ്ട്. റൈറ്റ് ഓൺ ആണ് പറയും. 40 ആണ്. ശരിയാണ്, 40 ആണ്. ശരി, അതിന് പ്രശ്നമൊന്നുമില്ല. ഇവിടെ P/m ഒന്നുകൂടി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ m+1 എന്ന് എഴുതാം. is equal to P/15 എന്ന് എഴുതാം. ഈ P നമുക്ക് ഒഴിവാക്കാം. അപ്പം m+1 is equal to 15 ആണ്. ഏതോ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയപ്പോ 15 കിട്ടിയെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ 15 ഒന്ന് അങ്ങോട്ടൊന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ കിട്ടുന്നത് 16 ആണ്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. ഇവിടെ അവസാനം കൊടുത്തിരിക്കുന്ന അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു ഈവൻ നമ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് സൂചനയിൽ തന്നിരിക്കുന്ന അവസാനത്തെ 4 ഒരു ഈവൻ നമ്പറാണ്. നിങ്ങൾ ഇതുവരെ ഒന്ന് ചെയ്തു നോക്കുക. അത് ഒന്നും അറിയാത്തവർക്ക് പറ്റുമായിട്ടാണ്. അപ്പോൾ 1/1 × 1/2 തന്നെയാണ്. പ്ലസ് 1/2 × 3 1/6 പ്ലസ് 1/12 ഇത് 12 ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 12 എടുത്തു കഴിഞ്ഞാൽ മേലെ എത്രയാണ് സംഖ്യ വരിക എന്ന് പറയാൻ പറ്റും. 12 എന്ന് പറഞ്ഞാൽ അത് 3/4 3/4 എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ 3ഉം ഇവിടെ കാണുന്ന ഈ 4ഉം അല്ലേ. അപ്പൊ 3/4 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാകുമ്പോൾ ഇവിടെ അവസാനം കാണുന്ന ഞാൻ എളുപ്പമാർഗ്ഗമായി പറയുന്നത് 99ഉം ഈ 100 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള 99/100 എന്ന് നമുക്ക് എഴുതിയിട്ട് എളുപ്പത്തിൽ നമുക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റും. എനിക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. ഈ 1/2 1/3 1/1 നിന്ന് 1/2 നമുക്ക് കുറയ്ക്കാം. എത്രയായിരിക്കും ആ രീതിയിൽ നിങ്ങൾക്ക് വിട്ടുചുറ്റി പോകാം. ഇത്തരം ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിനെ മാത്രം പരിഗണിക്കുക. അത് പരിഗണിച്ചപ്പോഴാണ് നിങ്ങൾക്ക് നേരത്തെ 3/4 എന്ന് കിട്ടിയത്. ആ 3/4 എന്ന് കിട്ടിയപ്പോൾ ഇവിടെയുള്ള 3ഉം ഇവിടെയുള്ള 4ഉമാണ് വന്നിരിക്കുന്നത്. അതേ രീതിയിൽ നിങ്ങൾക്ക് 99 × 100 വരെയാണ് തന്നതെങ്കിൽ അതിന്റെ ആൻസർ 980/100 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ഇത് പ്രത്യേകം എഴുതിയിട്ട് 1/1 - 1/2 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഒഴിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടത്താം. അതിന് സമാനമായ വീഡിയോ സമാനമായ വീഡിയോ ഞാൻ അയച്ചു നിങ്ങൾക്ക് അപ്പോൾ ക്ലിയർ ആയിക്കോട്ടെ. 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് -1/9 × 10 എത്രയായിരിക്കുമെന്ന് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയും.
9 by 10. ഈ 9/10 ഞാനിപ്പോ എളുപ്പത്തിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. 9/10 വരുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കാം. ഇതിന് നമുക്ക് 1/1 മൈനസ് 1/2 എന്ന് എഴുതാം. കാരണം ഈ 1/1 × 2 എന്ന് പറഞ്ഞാൽ അത് 1/2 തന്നെയാണല്ലോ. അപ്പൊ ഇതിന് നമുക്ക് 1/1 മൈനസ് 1/2 എന്ന് എഴുതാം. പ്ലസ് ഇവിടെ നമുക്ക് 1/2 മൈനസ് 1/3 എന്ന് എഴുതാം. പ്ലസ് അടുത്തത് 1/3 മൈനസ് 1/4 ആണ് 1/12. അത് നിങ്ങൾ തിരിച്ചറിയുക. ഇങ്ങനെ എഴുതി പോകുമ്പോൾ അടുത്തത് എങ്ങനെയാണ് വരിക എന്ന് നിങ്ങൾ പറയണം. പറയാം. Sir, 1/4 minus 1/5. 1/4 1/4 minus 1/5. 1/4 minus ഗായത്രി അടുത്തത് എങ്ങനെ വരും? 1/5 minus 1/6. പ്ലസ് ആണോ മൈനസ് ആണോ? Plus 1/5 minus 1/6. 1/6. അടുത്തത് എങ്ങനെ വരും? പറയൂ, രണ്ടാളും പറയൂ. 1/6 minus 1/7. 1/7. അടുത്തത് എങ്ങനെ വരും? Plus 1/7 minus 1/8. അടുത്തത് എങ്ങനെ വരും? 1/7 മൈനസ് 1/8. അടുത്തത് എങ്ങനെ വരും? Plus 1/8 minus 1/9. 1/8. അടുത്തത് എങ്ങനെ വരും? Plus 1/9 minus 1/10. 1/10. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് വിശദമായി തരാണ്. ഈ 1/1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 തന്നെയാണ്. അതാണ് ഇവിടെ -1/2 പ്ലസ് 1/2 ഒഴിവായിരിക്കും. -1/3 പ്ലസ് 1/3 ഒഴിവായിരിക്കും. മൈനസും പ്ലസും ഒഴിവായി. 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 അപ്പൊ ഇവിടെ കാണുന്നത് നമുക്ക് അവസാനം വരുന്നത് ഏതാണ്? ഇവിടെ വരുന്ന രീതിയിൽ അവസാനം വരുന്നത് എന്ന രീതിയിൽ നമുക്ക് അതിനെ 9/10 എത്തുകയാണ് അവസാനം ചെയ്യുക. ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തിന്റെ ഏരിയ എത്രയാണ് എന്നാണ് നമ്മളുടെ ചോദ്യം. 15 ഒന്ന് സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. 15 സ്ക്വയർ. ഈ 15 സ്ക്വയർ എത്രയാണ്? 225. 225. അത് ഇതിന്റെ കടവശം. പിന്നെ ഞാൻ ഈ അടിയിലുള്ള 12 സ്ക്വയർ ചെയ്യാൻ. 12 സ്ക്വയർ എടുത്താൽ മതി. 144. 144. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 81. ആ 81 സ്ക്വയർ റൂട്ട് എത്രയാണ്? 9. ആ 9 ആണല്ലോ ഈ പറഞ്ഞ ഈ ഒരു ആൾക്കാർ. ശരി, അതെ സർ. ഈ ചോറ് കളറുടെ കാണിച്ചിരിക്കുന്നത് 9 ആണെന്ന കാര്യം ഉറപ്പാണ്. 9. ശരി, ഇനി നമുക്ക് അടുത്ത ജോലി ഇവിടെയുള്ള ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് കണ്ടെത്തിയാൽ നല്ലതാണ്. അതെങ്ങനെ കണ്ടെത്തും? ഈ ഇത് 9 ആവുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവ് അതെങ്ങനെ? 13 സ്ക്വയർ എന്ന് 12 സ്ക്വയർ മൈനസ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാ പോരെ? 13 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 169. 169. 12 സ്ക്വയർ ആവും 144. 144. അത് മൈനസ് ചെയ്താൽ എത്രയാണ്? 25. ആ 25 സ്ക്വയർ എത്രയാണ്? 5. 5. അപ്പൊ ഇത് 5 ആണെന്ന് മനസ്സിലായി. യെസ് സർ. ഈ ഭാഗം ഇവിടെ വരെ 5 മൊത്തത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇതെത്ര ഉണ്ടാവുന്നതാണ്? 4 ഉണ്ടാവില്ലേ? ആ സർ. അപ്പൊ ഇത് കുഞ്ഞ് ട്രയാങ്കിൾ അല്ലേ? അതെ സർ. ആ കുഞ്ഞ് ട്രയാങ്കിളിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിച്ച 1/2 × 4 × 3 അല്ലേ? അതെ സർ. 1/2 × 4 × 3 എന്ന് പറഞ്ഞാൽ 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12. 12ന്റെ പകുതി 6 അല്ലേ? അതെ സർ. അപ്പൊ ആ കുഞ്ഞ് ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് 6 കിട്ടി. അത് ശരിയല്ലേ? അതെ സർ. ശരി. ഇവിടുത്തെ എങ്ങനെ കണ്ടുപിടിക്കുക? അതിനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുത്തെ തന്നെ പരിഹരിക്കാം.
അതായത് ഈ ഒഴിഞ്ഞ ഈ ഭാഗം ഒന്ന് പരിഗണിച്ചാൽ മതി. 12നെ 5 കൊണ്ട് കുടിച്ചിട്ട് പകുതിയാക്കുക എന്നാൽ ഇവിടുത്തെ കിട്ടുമല്ലോ. 12നെ 5 കൊണ്ട് കുടിച്ചാൽ 60 60ന്റെ പകുതി എത്രയാണ്? 30. അപ്പൊ ഇത് 30 കിട്ടി. പിന്നെ എങ്ങനെയാ ഇതിലേക്ക് വരിക? വലിയ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ പോരെ ഇതിൽ നിന്ന്? അതായത് 12നെ 9 കൊണ്ട് കുടിച്ചിട്ട് പകുതിയാണ് അല്ലേ? അതെ സർ. 12നെ 9 കൊണ്ട് കുടിച്ച് 12ന്റെ പകുതിയായ 6ഉം 9ഉം തമ്മിൽ കുടിച്ചാൽ 54 കിട്ടില്ലേ? അതെ സർ. ആ 30 മൈനസ് ചെയ്താൽ എത്രയാണ്? 24. അപ്പൊ ഇത് 24 വ്യക്തം. നേരത്തെ ഇവിടെ ഉദ്ദേശിക്കല്ലോ, അതായത് 6 സെന്റിമീറ്റർ. 24 കൂടി കൂട്ടിയതിനെ പോലെ 30 സെന്റിമീറ്റർ. ഇതിന്റെ എളുപ്പമാർഗം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ 30 കണ്ടുപിടിച്ചാൽ മതി. ഇവിടെയുള്ള 30ലേക്ക് ഇവിടെയുള്ള 30 വേറെ ഉണ്ട്. ശരി, ട്രയാങ്കിളുടെ ആദ്യം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കാം. അതായത് അതിന്റെ ഹൈപ്പോട്ടനസ് 15 ആണ് തന്നിട്ടുണ്ട്, ബേസ് 12 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ 15 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ ചെയ്തു. അപ്പൊ നമുക്ക് 81 എന്ന് കിട്ടി. അതായത് റൂട്ട് 81, അതായത് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. പിന്നെ അതിനുശേഷം ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന് താഴെയുള്ള ആ ഒരു ട്രയാങ്കിളുടെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ 13 സ്ക്വയർ, അതിന്റെ ഹൈപ്പോട്ടനസ് 13 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ബേസ് 12 എന്നും നമുക്ക് അറിയാം. അപ്പൊ അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 13 സ്ക്വയർ 169 മൈനസ് 12 സ്ക്വയർ 144 ചെയ്തു. അപ്പൊ നമുക്ക് 25 കിട്ടി. 25ന്റെ റൂട്ടായ 5 ആയിരിക്കും ആ ഒരു ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് മേലെയുള്ള ഭാഗം 9 5 മൈനസ് 4 ആയിരിക്കും അതിന് മേലെയുള്ള ഭാഗത്തിന്റെ ഹൈറ്റ്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ആ കുഞ്ഞ് ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ബേസ് 3 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഹൈറ്റ് 4 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് 4 × 3 × 1/2. അപ്പൊ നമുക്ക് ഏരിയ 6 സെന്റിമീറ്ററിന് കിട്ടും. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മനക്കണക്കായിട്ട് മനസ്സിൽ ഘടിച്ചിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ഒന്നും ചെയ്യാൻ പോകണ്ട. അങ്ങനെ ചെയ്താൽ വിരോധമില്ല. സമയം കളയേണ്ട എന്ന രീതിയിൽ ഞാനിത് പറഞ്ഞത് എങ്ങനെയാ മനസ്സിൽ ചെയ്യാം. 1/4 1/5 ഇടയിലല്ലാത്ത ഭിന്നസംഖ്യയിൽ 2015 USSന്റെ ചോദ്യമായിട്ട് ചോദിച്ചത് 1/2നും 1/3നും ഇടയിലല്ലാത്ത ഭിന്നസംഖ്യ എന്നാണ് അന്ന് ചോദിച്ചത്. ഇത് ദേശത്ത് മാറ്റം വരുത്തിയതാണ്. മക്കള് ചെയ്യേണ്ടത് 1/4നേക്കാൾ വലിയ ഒരു ഭിന്നസംഖ്യ ഇതിൽ കാണുന്നുണ്ട്. കാരണം നമ്മളോട് ചോദിച്ച ഇടയിലല്ലാത്തതാണ്, ഇതിന്റെ ഇടയിലല്ലാത്താണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ 1/4നേക്കാൾ അധികമുള്ള ഏതോ ഒരു 4നേക്കാൾ അധികമുള്ള ഏതോ ഒരു ഭിന്നസംഖ്യയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഈ അടിയിലുള്ള, അതായത് ഡിനോമിനേറ്ററിന്റെ പകുതിയാക്കുക 80. പകുതിയാക്കിയാൽ മാത്രം പോരാ, കാലല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പകുതി 40. ആ 40നെ വീണ്ടും പകുതിയാക്കുക. ഇതൊക്കെ മനസ്സിൽ ചെയ്യാം. 20. ആ 20 ആണോ 17 ആണോ വരുന്നത്? 17 ചെറുതാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് വരുന്ന സാധനമാണ്. ഇനി അടുത്ത് നോക്കാം. 40നെ പകുതിയാക്കുക. 40ന്റെ പകുതി 20 ആണ്. 20നെ വീണ്ടും പകുതിയാക്കുക. അപ്പൊ നിങ്ങൾക്ക് 10 കിട്ടും. ഈ 9 10 ആയിട്ടുള്ള കണക്ഷൻ നോക്കുമ്പോൾ 10നേക്കാൾ ചെറുതാണ്. നേരത്തെ 20നേക്കാൾ ചെറുതാണ് 17, ഇവിടെ 10നേക്കാൾ ചെറുതാണ് 9. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. 40നെ പകുതിയാക്കുക. അപ്പൊ നിങ്ങൾക്ക് 20 കിട്ടും. 20നെ വീണ്ടും പകുതിയാക്കുക. അപ്പൊ നിങ്ങൾക്ക് 10 കിട്ടും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. 10നേക്കാൾ 1 കൂടുതലാണ് ഈ 11. അപ്പൊ ഇത് 1/4നേക്കാൾ അധികമുള്ള സംഖ്യയാണ് എന്ന് വ്യക്തം. ഇനി അടുത്ത നോക്കുള്ളൂ. 80നെ പകുതിയാക്കുക. നിങ്ങൾക്ക് 40 കിട്ടും. 40നെ വീണ്ടും പകുതിയാക്കുക. നിങ്ങൾക്ക് എത്ര കിട്ടും? 20 കിട്ടും. ആ 20നേക്കാൾ ചെറുതാണ് 19. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതിൽ നിന്ന് ഈ കൂട്ടത്തിൽ പെടാത്ത, എന്നാൽ 1/4നേക്കാളും അധികമുള്ള ഒരു ഭിന്നസംഖ്യ വരുന്നത് 11/40 ആണെന്ന് വ്യക്തം. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒന്നിച്ച് യെസ് എന്ന് ഉറക്കെ പറയാം.
ശരി, നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശദീകരണം വീണ്ടും തരാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. ഇന്നിപ്പോ നേരത്തെ LSSന്റെ ഒരു ക്ലാസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി 7 മണിക്ക് 6 മണിക്ക് ആദ്യമൊക്കെ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇപ്പോ നമ്മൾ കുറച്ചേരം പോയി 9:30 മണിയായി. അതുകൊണ്ട് ബാക്കി ചോദ്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇതിന് പല മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് നമുക്ക് എന്നെ വിളിക്കാം. ഇനിയും പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസും ഈ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നന്നായിട്ട് പരിചയപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ല. ഇതുവരെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് മറ്റതിനേക്കാൾ കുറച്ചുകൂടി ഒരു നിലവാരത്തിലേക്ക് എനിക്ക് തോന്നിയത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്, ഒരു സമയത്തിന്റെ കാര്യം വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് സമയവുമായിട്ട് ബന്ധപ്പെട്ട് ടാങ്കിൽ വെള്ളം തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ സമയവുമായിട്ട് ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുന്ന കാര്യമാണ്. അതായത് 4ാം ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം റെയിൽവേ ടൈം, അതുപോലെ ബസ് പുറപ്പെട്ട സമയം, ബസ് സ്റ്റാർട്ട് ചെയ്ത എത്തിച്ചേരുന്ന സമയം എന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. 47ാമത്തെ ചോദ്യം. മീര 7:30 രാവിലെ 7 മുതൽ 2:45 PM വരെ ജോലി ചെയ്തു. ഇതിനിടയിൽ 1 മണിക്കൂർ 15 മിനിറ്റ് വിശ്രമിച്ചു എങ്കിൽ ജോലി ചെയ്ത കൃത്യസമയം എത്ര? ശരി, 4ാം ക്ലാസ് മക്കൾ മനസ്സിലാക്കി. അതിപ്പോ 5ാം ക്ലാസ്സിലേക്ക് കയറി വന്നു. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം വെച്ചത്. 4ാം ക്ലാസ്സിൽ നമ്മുടെ ചെറിയമാർക്ക് പഠിക്കുന്നിരിക്കുന്ന ആ ഒരു റെയിൽവേ ടൈമിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടുന്നത് നല്ലതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. നന്നായിട്ട് പഠിക്കുക കുട്ടികളെ. ഏഴ് ദിവസത്തിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. നമ്മുടെ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ലഭിക്കും. ഗ്രൂപ്പിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ, മെസ്സേജിലൂടെയും കുട്ടികളെ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഓക്കെ.